കഥകൾ. ശംഭു എന്ന കരടിക്കുട്ടന് കളിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ കുന്നിൻ ചെരുവുകളിൽ ഉരുണ്ടും അരുവികളിൽ തുള്ളിച്ചാടിയും കളിച്ചു നടന്നു. പക്ഷെ അവന് കൂട്ടുകാരാരും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവൻ്റെ വയറിനുള്ളിൽ 1000 കുഞ്ഞു പൂമ്പാറ്റകൾ ചിറകടിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ഒരു ദിവസം ശംഭു പുഴയരികിൽ അണക്കെട്ടുണ്ടാക്കി കളിക്കുകയായിരുന്നു. ഹൂഷ്! ഒരു കല്ല് തെറിച്ചുപോയി റോസി മുയലിൻ്റെ മണൽ കൊട്ടാരം തകർത്തു. അയ്യോ! ശംഭുവിൻ്റെ വയറ്റിൽ പൂമ്പാറ്റകൾ കൂട്ടത്തോടെ ചിറകടിച്ചു. അവൻ്റെ കവിളുകൾ ചുവന്നു. മാപ്പ് ചോദിക്കാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അപ്പോഴേക്കും റോസി ചാടി അവൻ്റെ അരികിലെത്തി. എന്തു പറ്റി ശംഭു? അവൾ ചോദിച്ചു. ശംഭു ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മുഖഭാവം കണ്ട് റോസി ചോദിച്ചു, ശംഭു, എന്താ, നിന്റെ വയറ്റിലെ പൂമ്പാറ്റകളാണോ നിന്റെ പ്രശ്നം? ശംഭു തലയാട്ടി. റോസി പുഞ്ചിരിച്ചു. സാരമില്ല, വയറ്റിൽ പൂമ്പാറ്റകൾ എന്നാൽ നിനക്ക് സന്തോഷവും സങ്കടവും പോലെ തന്നെ പേടിയും പരിഭ്രമവും ഉണ്ടെന്നാണ് അർത്ഥം. നിന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഇതുപോലത്തെ തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ഒരു കാര്യം, സഹായിക്കാൻ ഇവിടെ കൂട്ടുകാരുണ്ട്. ശംഭു തല ഉയർത്തി പറഞ്ഞു. ക്ഷമിക്കണം റോസി. റോസി ചിരിച്ചു. അവർ ഒരുമിച്ച് റോസിയുടെ മണൽ കൊട്ടാരം വീണ്ടും നിർമ്മിച്ചു. അപ്പോൾ തൻ്റെ വയറ്റിലെ പൂമ്പാറ്റകളെക്കുറിച്ചും തൻ്റെ സങ്കടങ്ങളും തോന്നലുകളും ഒക്കെ ശംഭു റോസിയുമായി പങ്കുവച്ചു. റോസി അവളുടെ വലിയ ചെവികൾ കൂർപ്പിച്ച് എല്ലാം ശ്രദ്ധയോടെ കേട്ടു. ശംഭുവിൻ്റെ പൂമ്പാറ്റകൾ പതിവില്ലാതെ ശാന്തരായി. സങ്കടവും പേടിയും ഉണ്ടാകുന്നത് സാരമില്ലെന്നും സുഹൃത്തുക്കളോട് മനസ്സ് തുറക്കുന്നത് രസകരമാണെന്നും അവൻ പഠിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വയറിനുള്ളിൽ പൂമ്പാറ്റകൾ ചിറകടിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ?